ഇംഗ്ലീഷ് സംസാരിക്കുകയും ചെയ്യരുത്. ഞാൻ എന്ത് ചോദിച്ചാലും മലയാളത്തിൽ, തനി മലയാളത്തിൽ മാത്രമേ ഉത്തരം പറയാവൂ. സുരാജ്, നീ തോറ്റു മോനെ, നീ തോറ്റ്. അതെന്ത്? ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല. ജയിച്ചു, ഞാൻ ജയിച്ചു. അതെങ്ങനെ അതെങ്ങനെ അതെങ്ങനെ? ഞാൻ ഇംഗ്ലീഷ് പറയൂല, ജന്മത്വം പറയത്തില്ല. അമ്മച്ചി ഞാൻ ഇംഗ്ലീഷ് പറയൂല. എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് പറയും. ഞാൻ പറയില്ല സുരാജ്. ഈ കൈ ഇരിക്കുന്ന എന്താ? മൈക്ക്. ഇവിടെ മൈക്രോഫോൺ. ഇവിടെ പറഞ്ഞാൽ അവിടെ കേൾക്കുന്ന ഒരു സാധനം. ഇവിടെ പറഞ്ഞാൽ എവിടെ കേൾക്കുന്നു? കേൾക്കുന്നത് ഏത് വഴിയാണ് കേൾക്കുന്നത്? അവിടെ ചെറിയൊരു പെട്ടി ഇരിപ്പുണ്ട്. പെട്ടി. അതിന്റെ ഉള്ളില് വട്ടത്തിലൊരു സാധനം ഇരിപ്പുണ്ട്. അതിന്റെ പേരെന്താ? അതിന്റെ പേരാണ് ഒച്ച കേൾക്കുന്ന സാധനം. ഓക്കെ. ഇത് വയർലെസ് ആണോ അതോ പിന്നെ വയറുള്ളതാണോ? ഇതിന് ഒരു വള്ളിയും വേണ്ട. ഇതിന്റെ ഉള്ളിൽ വേറെ സാധനം ഉണ്ട്. ആ സാധനം ഇട്ട് കഴിഞ്ഞാല് സംസാരിക്കാം. എന്ത് സാധനമാണ് അതിന്റെ ഉള്ളിൽ? ഇങ്ങനെ ബാറ്ററി. പിന്നെ മലയാളം പറയാണ് സുരാജ്. അതെ, ബാറ്ററി ആണോ? ഒരു കട്ടയുണ്ട്, നല്ല എന്താ പറയാ, ഒരു ഉന്മേഷമുള്ള ഒരു കട്ട. ഈ ഷൂ എവിടെ നിന്ന് വാങ്ങിയേ? ഇത് കടയിൽ നിന്ന് വാങ്ങിയത്. ഏത് കടയിൽ നിന്ന്? നമ്മുടെ പാലാരിവട്ടത്ത്. ദുബായിലൊക്കെ പോയിട്ടുണ്ടോ? ഉവ്വ. എത്ര വട്ടം പോയി? 2 വട്ടം പോയി. പറയൂ, ഗൾഫ് കൺട്രീസിൽ ഏതാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് അവിടെ ഈ മരുഭൂമി. മരുഭൂമി? അവിടെ മൊത്തം മരുഭൂമിയാണല്ലോ. അല്ല, അവിടെ മൊത്തം മരുഭൂമിയാണ്. അല്ല, മരുഭൂമി അല്ലാണ്ട് അവിടെ മറ്റേ ഈ കടകളൊക്കെ ഉണ്ട്. എന്ത് കട? മോൾസ്, ഷോപ്പിംഗ് മോൾസ് അല്ലേ? അത് തന്നെ കടകൾ. എത്ര വരെ പഠിച്ചു? എത്ര വരെ പഠിച്ചു? എത്രാം ക്ലാസ് വരെ? 10ാം ക്ലാസ്. 10ാം ക്ലാസ്. ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം. ഇനി മോൻ പറയും, ഏതുവരെ പഠിച്ചു? ഇംഗ്ലീഷ് പറയരുത്, മലയാളത്തിൽ മാത്രം കേട്ടോ. ഏതുവരെ പഠിച്ചു? 9ാം ക്ലാസ്. എത്രാം ക്ലാസ് പഠിക്കുന്നു? 9ാം സ്റ്റാൻഡേർഡിലാണോ അതോ 9ാം ക്ലാസ്സിലാണോ? 9ാം തരത്തിൽ പഠിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? ഇനിയെങ്കിലും തീരുമാനം പറയും. അല്ല സുരാജ്, എന്നോട് ക്ഷമിക്കണം. എന്തേ? ഞാൻ കരുതി ഇത് ടി-വിയിൽ നിന്നൊക്കെ കാണുമ്പോൾ, വീട്ടിൽ നമ്മൾ എന്താണ് ഉപ്പാവൊക്കെ കൂട്ടി ചായ കുടിച്ചിന്ന് കാണുമ്പോൾ ഇതെല്ലാവർക്കും പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനത് സില്ലിയായിട്ട് എടുത്ത്. പക്ഷെ ഇവിടെ കയറുമ്പോൾ ഒരു വെപ്രാളമുണ്ട് സുരാജ്. അത് നിനക്ക് മാത്രമേ പറ്റുള്ളൂ. അത് സമ്മതിക്കണം. ഒരു കയ്യടി സുരാജിന് എന്തായാലും കൊടുക്കണം കേട്ടോ. സുരാജ് സമ്മതിച്ചിരിക്കുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്. എന്താണ്? ഒരു ഡാൻസ് കളിക്കാണ്ട് ഞാൻ ഇവിടുന്ന് പോകൂല. ദൈവമേ, ഇത് ഡാൻസ് കളിച്ചോണ്ടിരുന്നാൽ വേറൊരു വിഷയം ഉണ്ടെന്ന് ഇവിടെ. എന്ത് വിഷയം സുരാജ്? ചേട്ടൻ മറ്റതോടുണ്ട്. എന്ത് മറ്റേ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ വീട്ടിൽ നിന്ന് പോന്നപ്പോ വൈഫിനോടും തൊട്ടപ്പുറത്തെ ശാന്ത ചേച്ചിനോടൊക്കെ പറഞ്ഞു ഞാൻ ഡാൻസ്. ശാന്ത ചേച്ചിയോട് തന്നെ പറയാൻ കാര്യം എന്താ? എനിക്ക് വേണ്ടപ്പെട്ട ചേച്ചി പറഞ്ഞിട്ടാണ്. അല്ലല്ല, നമ്മുടെ അടുത്തുള്ള ചേച്ചിയാണ്. അടുത്തുള്ള ചേച്ചിയാണ്. ശാന്ത ചേച്ചിയായിട്ട് എന്താ കണക്ഷൻ? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ശാന്തേച്ചി എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പരിപാടിയൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും ഡാൻസ് കളിക്കാമെന്ന്. ശാന്ത ചേച്ചിയും ബിജുചേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാവരും കൂടെ ആവശ്യപ്പെട്ട് പുള്ളിയുടെ ഡാൻസ് വേണമെന്ന്. പക്ഷെ ഇത് മറ്റുള്ളവർക്ക് ഒരു പരാക്രമമായിട്ട് തോന്നരുത്. ഇല്ലില്ല, ഡാൻസ് ആണ്. എന്നാ പെട്ടെന്ന് പോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കളിപ്പിക്കുന്ന അല്ല, വേറൊരു വിഷയമുണ്ട് ഇവിടെ. എന്ത് വിഷയമാണ്? ഞാൻ ഡാൻസ് കളിക്കും. പിന്നെ വിജയേട്ടാ, കളിക്കുമ്പോൾ നന്നായിട്ട് ഫ്ലോറിൽ ചവിട്ടി ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ല, മറ്റേത് അങ്ങ് പോക്കോളൂ. ഇല്ലേ? പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നു പറയാം.